ജീവിതത്തിനകത്ത് ഒരുപാട് ടെൻഷൻ നമുക്കുണ്ട് അല്ലേ? പല ആളുകൾക്കും ടെൻഷനാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. നൂറുകണക്കിന് നീറുന്ന എത്ര വലിയ ടെൻഷനും വിഷമവും നമ്മുടെ കൽബിനകത്തുണ്ടെങ്കിലും അത് മാറ്റാനുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇതിൽ നിങ്ങൾക്ക് കഴിയുന്ന അമല് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണം. ഈ അമലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ എല്ലാ വേദനകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം തരുകയാണ്. ഏതൊക്കെയാണ് ആ കാര്യമെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ടെൻഷൻ മാറാനുള്ള കാര്യമെന്നറിയോ? എന്തെങ്കിലും ഒരു കൽബിനകത്തെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴാണല്ലോ, ഒരു സങ്കടം വരുമ്പോഴാണല്ലോ നമ്മൾ ടെൻഷനെയാണ്, നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ നമ്മൾ പറഞ്ഞു ടെൻഷൻ അടിക്കാറ്, വിഷമിക്കാറ്. എന്നാൽ അതിനുള്ള പരിഹാരം ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ കാര്യവും അല്ലാഹുവിൽ നിന്നാണ്. അത് ഖൈറാവട്ടെ ശർറാവട്ടെ, ഖദർ ഖലാ എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതാണ് ആദ്യം വേണ്ടത്. ഈമാൻ കാര്യങ്ങൾ പൂർണ്ണമാവലപ്പോഴാണ് നന്മയും തിന്മയുമായി ഏത് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും അത് റബ്ബിൽ നിന്നാണെന്ന് വിശ്വസിക്കുമ്പോഴാണല്ലോ ആ വിശ്വാസം നമ്മുടെ കൽബിനകത്ത് ഉണ്ടാക്കുക. ഒന്നാമത്തെ കാര്യം നന്മയും തിന്മയും ഇത് അല്ലാഹുവിൽ നിന്നാണ്, ഏത് ശർറ് വന്നാലും ഇതെന്റെ റബ്ബിൽ നിന്നാണ് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നമ്മൾ നിൽക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന കാണാനോ, ഒരു പിന്നെ സന്തോഷം വന്നാൽ അതിന്റെ അപ്പുറത്ത് നമുക്കൊരു ദുഃഖം ചിലപ്പോൾ കാത്തിരിക്കും. ഒരു ദുഃഖം വന്നാൽ അതിന്റെ അപ്പുറത്ത് ചിലപ്പോൾ ഒരു സന്തോഷം നമുക്ക് കാത്തിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തും മതിമറക്കരുത്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇത് ദുഃഖവും വരും, സന്തോഷവും വരും, എല്ലാം വരുന്ന രണ്ടും കൂടെ വരുന്ന ഒരു ജീവിതമാണ് ദുനിയാവ്. ദുഃഖം മാത്രം എവിടെ ഉണ്ട്? അവിടെ നരകത്തിലാണ്. എന്നാൽ ജീവിതത്തിൽ സന്തോഷം മാത്രം നിലനിൽക്കുന്നത് അത് സ്വർഗത്തിലുമാണ്. ആ ഒരു ചിന്ത ബോധം നമുക്ക് വേണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? രണ്ടാമത്തെ പറഞ്ഞു തരാം. രാവിലെ നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ 7 തവണ ചൊല്ലണം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ചൊല്ലു, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ദിക്റിനെ നമ്മൾ ചൊല്ലണം 7 പ്രാവശ്യം. അതേപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ഇതുപോലെ ചൊല്ലണം. അസറിന്റെ ശേഷമാകാം, അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞവിടെ ഇരിക്കുന്ന സമയത്താകാം. ഈ ദിക്റിനെ ഇങ്ങനെ 7 പ്രാവശ്യം ചൊല്ലാം. ഇനി മൂന്നാമത്തെ അമൽ പറഞ്ഞു തരാം. എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പറയണം, അല്ലാഹുവേ യാ മുഹൈമിനു യാ അല്ലാഹ്. അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് യാ മുഹൈമിനു യാ അല്ലാഹ് 290 തവണ ഇങ്ങനെ ചൊല്ലിയാൽ, എല്ലാ നിസ്കാര ശേഷം ചൊല്ലിയാൽ ഒരു വിഷമം അല്ലാഹു നമുക്ക് തരൂല. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും പരിഹാരമാണ്. ഒരു വിഷമവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതല്ല. ഇനി നോക്കൂ, അടുത്തത് ഇനി നമ്മൾ ഒരു അമലും കൂടെ പറയട്ടെയോ? നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എത്രയാണോ നമുക്ക് പതിവാക്കാൻ കഴിയുന്നത്, ആ കഴിയുന്ന അത്രയ്ക്ക് നമ്മൾ പതിവാക്കുക. എത്രയാണോ നമുക്ക് പതിവാക്കുക, നമ്മൾ ഇങ്ങനെ പതിവാക്കിയാൽ പഠിച്ചവനെ ഒരു വിഷമം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഇട്ട് തരൂല എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ ചൊല്ലണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാലും ഒരു വിഷമവും നമ്മളെ പിടിപെടുന്നില്ല. ഇങ്ങനെ ചൊല്ല, ആവർത്തി ഇങ്ങനെ ചൊല്ലിയാൽ ഒരു വിഷമവും അല്ലാഹു തആല പിടിപെടുത്തുന്നില്ല. പിന്നെയോ നമുക്ക് സ്വലാത്തുകളുണ്ടല്ലോ, ഈ സ്വലാത്ത്
സ്വലാത്തുകൾ നമ്മൾ എത്രയോ നമുക്കറിയും. ഈ സ്വലാത്തുകൾ ചൊല്ലിയൊക്കെ വിഷമങ്ങൾ മാറും. ആരിയത്തെ സ്വലാത്തുണ്ട്, തിബു സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്. സാധാരണ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകളുണ്ട്. ഏത് സ്വലാത്ത് വേണമെങ്കിലും പതിവാക്കിയാലും അല്ലാഹു എല്ലാവിധ വിഷമത്തിൽ നിന്നും നമുക്ക് അറിവ് തരുന്നതാണ്. പിന്നെ വിഷമം മാറാനുള്ള അമലാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവോട് തേടുക. ഇങ്ങനെ തേടിയാലും അല്ലാഹു തആല നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് നൽകട്ടെ.